എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ക്യാൻസർ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് കുറേ അറിവുകൾ എനിക്ക് കിട്ടി. ആ അറിവുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് ഞാൻ ഒരു ക്യാൻസർ രോഗി നേരിടുന്ന കുറേ പോരാട്ടങ്ങളുണ്ട്. ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അസുഖം മാറി പുറത്തു വരുമ്പോഴും ഒക്കെ ആയിട്ട് അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ശാരീരിക പോരാട്ടം. ഒരു ക്യാൻസർ രോഗി അനുഭവിക്കുന്ന ശാരീരിക പോരാട്ടം വലുതാണ്. കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയ ശക്തമായ മരുന്നുകൾ, പ്ലേറ്റ്ലെറ്റ് കുറയുക, WBC കുറയുക, HB കുറയുക. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിയുമ്പം നമുക്ക് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനായിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് സഹായിക്കുന്നു. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചതവുകളോ ഒക്കെ ഉണ്ടായി അതിലൂടെ ബ്ലീഡിങ് ഉണ്ടാവാം. WBC കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് പനി അതുപോലുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാവും. HB കുറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം, തലകറക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ. കീമോതെറാപ്പിയുടെ ഒരു പ്രധാന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മുടി കൊഴിയുക. അത് പലരെയും തളർത്തുന്നുണ്ട്. പിന്നെ കീമോതെറാപ്പിയിലൂടെ ഛർദിൽ, ദേഹത്തെല്ലാം കറുത്ത പാടുകൾ ഉണ്ടാകുക, റേഡിയേഷൻ ചെയ്യുന്നതിലൂടെ ദേഹം കറക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഇതൊക്കെ പെട്ടെന്ന് പലർക്കും ബുദ്ധിമുട്ടാണ് ഉൾക്കൊള്ളാൻ. പ്രത്യേകിച്ച് കൊച്ചു പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ഒക്കെ വളരെ പ്രശ്നങ്ങളാണ്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക പ്രശ്നമാണ്. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം വരുമ്പം ഉറക്കക്കുറവാണ്. ഉറക്കമില്ലാത്തത് കൊണ്ട് ക്രമേണ മനസ്സിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ആരോടും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ അവരെന്ത് കരുതും എന്ന് ചിന്തിക്കുക. തുടരെ കാണുന്ന മരണങ്ങൾ, അസുഖത്തിൻ്റെ ഭീകരത, അത് വീണ്ടും വരും എന്നുള്ള ഒരു പറച്ചിൽ, അങ്ങനെയാണല്ലോ പൊതുവിൽ പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരു ക്യാൻസർ രോഗി നേരിടുന്ന മാനസിക പ്രശ്നങ്ങളാണ്. ഇനി ഈ അസുഖം വരുമോ, അങ്ങനെയുള്ള ചിന്തകൾ, അതൊരു വലിയ പ്രശ്നമായിട്ടാണ് ഞാൻ കണ്ടത്. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക പോരാട്ടമാണ്. അതായത് ഈ ക്യാൻസറിനെ അതിജീവിച്ച് ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് അസുഖം മാറി പുറത്തിറങ്ങി ജോലിക്ക് പോകുന്നവരൊക്കെ ജോലിക്ക് പോകണം, വീട്ടിലുള്ളവർക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, സമൂഹത്തിൽ ഇറങ്ങി പെരുമാറണം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഇടപെടണം. അതിൽ പല ആൾക്കാരും ഇവർക്ക് അസുഖം ഉണ്ട് എന്ന് ഉള്ള ചിന്തയിലൊരു അകലിച്ച കാണിക്കും, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു പോരാട്ടം തന്നെയാണ്, സാമൂഹിക പോരാട്ടം. കാരണം നമ്മൾ കുറേ നാളായിട്ട് അടച്ചിരുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പുറത്തിറങ്ങി നമ്മൾ ആ പഴയ അവസ്ഥയിലെത്താൻ ഒരു കഠിനാധ്വാനം തന്നെ വേണം. നമ്മൾ പഴയ ആളാവാൻ ഒരു കഠിനാധ്വാനം തന്നെ വേണം.
അപ്പം ശാരീരിക പോരാട്ടമായി, മാനസിക പോരാട്ടമായി, സാമൂഹിക പോരാട്ടമായി. ഈ സാമൂഹിക പോരാട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മേഖലകളിലും ഇറങ്ങിത്തിരിക്കുമ്പം നമുക്കൊരു ബസ്സിൽ കയറാൻ, ഒരു ട്രെയിനിന് പോകാൻ, ഒരു ക്ഷേത്രത്തിൽ പോകാൻ, ഒരു പൊതുസമൂഹത്തിൽ പോകാൻ, എല്ലാം നമ്മൾ പഴയ സമയത്തെ എല്ലാം പോയിരുന്നതാണ്. അപ്പം ആ ഒരു യാത്ര, അത് നമ്മൾ ഈ അസുഖം വീണ്ടും വരുമോ എന്നുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു വാണിംഗ് എപ്പോഴും ഉണ്ട്. നമുക്ക് എപ്പോഴും ബ്ലഡ് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മളെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ആത്മീയ പോരാട്ടമാണ്. ഈ ആത്മീയ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഈ ക്യാൻസർ വന്നു? നമ്മൾ പാപിയായതുകൊണ്ടാണോ? നമ്മൾ മുജ്ജന്മത്ത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണോ? ഇങ്ങനെയുള്ള ചിന്തകൾ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ജന്മത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്താണ് ദൈവം നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വല്ലാതെ മനസ്സിനെ അലട്ടും. അപ്പോൾ നമുക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ചിലർ ഭയങ്കര ദൈവവിശ്വാസിയാകും, ചിലർ അതുപോലെ അന്ധവിശ്വാസരുമാകും. ദൈവത്തിലുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് അവർ വേറൊരവസ്ഥയിലാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻസർ രോഗി അനുഭവിക്കുന്ന 4 പ്രശ്നങ്ങളാണിത്. ശാരീരിക പോരാട്ടം, മാനസിക പോരാട്ടം, സാമൂഹിക പോരാട്ടം, ആത്മീയ പോരാട്ടം. ഇതിനെയെല്ലാം ജയിച്ച സമൂഹത്തിൽ മുന്നേറിയേ നമുക്ക് മതിയാവും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യട്ടെ എൻ്റെ ഈ വാക്കുകൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമസ്കാരം.